നമസ്കാരം. സാത്താനും കുരിശും പോലെ അല്ല, ബിജു പവിത്രി കുരിശും പോലെയാണ് വാർത്തയും മാധ്യമങ്ങളും എന്ന് പറയേണ്ടി വരും. മാതൃഭൂമി അവർ പറഞ്ഞ നുണ വിജയിപ്പിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ്. മുഖ്യമന്ത്രി ക്ലിഫ് ഹൌസിലേക്ക് അത്താഴ വിരുന്നിന് ക്ഷണിച്ചു എന്ന ഒരു വിവരമുണ്ടല്ലോ. അപ്പോൾ പ്രതിപക്ഷമൊക്കെ അതിങ്ങനെ ഏറ്റുപിടിച്ച് വിവാദമാക്കുന്നുണ്ട്. അത് സർക്കാർ നിഷേധിക്കാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്. കേരളം, ബംഗാൾ, ഗോവ സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെ മുഖ്യമന്ത്രി അത്താഴത്തിന് ക്ഷണിച്ചെന്നും എന്നാൽ ഗവർണർമാർ ക്ഷണം നിരസിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതോടെയാണ് ഗവർണർമാരെ മുഖ്യമന്ത്രി ക്ഷണിച്ചു എന്ന് നിഷേധിക്കാൻ സർക്കാർ തയ്യാറെടുക്കുന്നത്. മാതൃഭൂമി കൊണ്ടുവന്ന വസ്തുതാപരമാണെന്ന് അവർ വിശ്വസിക്കുന്ന ആ കാര്യത്തിൽ ഇനി ഗവൺമെന്റ് നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങൾ രേഖ പുറത്തുവിടണം. എന്താണ് രേഖ? ഇതല്ല, രേഖ പുറത്തുവിടണം. രാജ്ഭവനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു വിരുന്നുമായി ബന്ധപ്പെട്ട വാർത്ത വരുമ്പോൾ ഒന്നുകിൽ അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നായിരിക്കണം, അതല്ലെങ്കിൽ രാജ്ഭവന്റെ ഭാഗത്തുനിന്നായിരിക്കണം. അപ്പോൾ അരിയാഹാരം കഴിക്കുന്നവർക്ക് വാർത്തയുടെ ഉറവിടം ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും നിങ്ങൾ ഊണ് കഴിച്ചിട്ട് വേണമല്ലേ ഞങ്ങൾക്ക് അതിന്റെ സത്യം അറിയണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതിന് പറ്റിയ ഏതെങ്കിലും ഒരു രേഖ ഉണ്ടെങ്കിലല്ലേ അത് വാർത്തയാക്കാൻ പറ്റുള്ളൂ. പണ്ട് നിങ്ങൾ വ്യാജ മുട്ട കൊണ്ടുവന്ന് ഓർമ്മയുണ്ടോ? ചൈനീസ് മുട്ട കെമിക്കൽ വരെ കണ്ടെത്തിയതാ. എന്തെങ്കിലും തെളിവ് ഇതുവരെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയ? ചൈനയിൽ നിന്ന് മുട്ട ഇറക്കുമതി ചെയ്യുന്നുണ്ടോ എന്നെങ്കിലും അറിയൂ?